നമസ്കാരം. വീണ്ടും അധികാരത്തിൽ വന്നതോടെ മതപരിവർത്തന വിരുദ്ധ നിയമം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാനിലെ ബി സർക്കാർ. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജയുടെ ഭരണകാലത്ത് മതപരിവർത്തന വിരുദ്ധ നിയമം കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ രാജസ്ഥാൻ നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന ബിൽ 2024 അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബലപ്രയോഗത്തിലൂടെയും വഞ്ചനയിലൂടെയും മതപരിവർത്തനം തടയുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നാണ് അവരുടെ അവകാശവാദം. നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിലവിൽ സംസ്ഥാനത്ത് നിയമമില്ലാത്തതിനാൽ ബിൽ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിച്ചതായി രാജസ്ഥാൻ നിയമകാര്യ മന്ത്രി ജോഗറാം പട്ടേൽ പറഞ്ഞു. നിയമത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും അത് ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട ശിക്ഷകളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും പട്ടേൽ മാധ്യമങ്ങളോട് സംസാരിച്ചു. രാജസ്ഥാനിൽ ഇത്തരമൊരു നിയമത്തിന്റെ ആവശ്യകത എന്താണ് എന്ന ചോദ്യത്തിന് ആദിവാസികളെ പോലെ സംസ്ഥാനത്തെ ദുർബലരായ പല സമുദായങ്ങളും വിദ്യാഭ്യാസം ഇല്ലാത്തവരും അവബോധമില്ലാത്തവരുമാണ് എന്നും അതിനാൽ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയാണ് ഇവർ മതപരിവർത്തനം ചെയ്യപ്പെടുന്നത് എന്നും മന്ത്രി വിശദീകരിച്ചു. ദുർബലരായ ആളുകളുടെ വഞ്ചനാപരമായ മതപരിവർത്തനം തടയാൻ നിർദ്ദേശിക്കപ്പെട്ട ഈ നിയമം നടപ്പിലാക്കേണ്ടത് പ്രധാനമാണ് എന്നും പട്ടേൽ ചൂണ്ടിക്കാട്ടി. ഈ നിയമം ഒരു വ്യക്തിയുടെ സ്വതന്ത്ര ഇച്ഛാശക്തിക്ക് ഒരു തടസ്സമാകില്ല. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷം മനഃപൂർവ്വം ഏത് മതത്തിലേക്കും മാറാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു. ഈ ബില്ലിലൂടെ നിർബന്ധിത മതപരിവർത്തനം തടയൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പട്ടേൽ വ്യക്തമാക്കി. ചില സമുദായങ്ങളെ മനസ്സിൽ വെച്ചാണോ ബില്ല് രൂപം നൽകിയത് എന്ന ചോദ്യത്തിന് ബിൽ മതങ്ങൾക്കിടയിൽ വിവേചനം കാണിക്കുന്നില്ല എന്നാണ് മന്ത്രി ഉത്തരം നൽകിയത്. മതപരിവർത്തനം നടത്തുന്നതിന് വഞ്ചനാപരവും ബലപ്രയോഗത്തിൽ അധിഷ്ഠിതവുമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നവർ അവരുടെ വിശ്വാസം പരിഗണിക്കാതെ തന്നെ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിർദ്ദിഷ്ട നിയമത്തിൽ 3 തരത്തിലുള്ള ശിക്ഷകൾക്കുള്ള വ്യവസ്ഥകളുണ്ട്. SC/ST ഇതര വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഇരയെങ്കിൽ നിയമലംഘകർക്ക് 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇരയായ സ്ത്രീയോ പ്രായപൂർത്തിയാകാത്തവളോ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളോ ആണെങ്കിൽ അഥവാ ആരെങ്കിലും കൂട്ടമായി മതപരിവർത്തനം നടത്തുന്നതായി കണ്ടെത്തിയാൽ 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കർശനമായ വ്യവസ്ഥകളുണ്ട്. മന്ത്രിയുടെ വിശദീകരണം ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജസ്ഥാൻ സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ മതപരിവർത്തന വിരുദ്ധ നിയമം കൂടുതൽ നിയമ രാഷ്ട്രീയ യുദ്ധങ്ങളിലേക്ക് വഴി തുറക്കുമെന്നുറപ്പ്.